ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്ത് ചങ്ങാതിമാർക്കുള്ള ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിഡിലോസ്കി ഉള്ളിവടയും കൂടെ മുളക് ചട്നിയും പിന്നെ നമ്മുടെ കട്ടൻ ചായയും സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. വൈകുന്നേരം ഈ സാധനം ഒന്ന് ഉണ്ടാക്കുന്നത് പെടപ്പിക്കങ്ങ് ചങ്ങാതിമാരെ. സവോള എടുക്കുക, ഇതുപോലെ ക്ലീൻ ചെയ്യുക. എന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അങ്ങ് കഴുകി വൃത്തിയാക്കുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെഫ് നിബു ആൽക്കമിസ്റ്റ് അങ്ങ് ആകാശത്തേക്ക് പറപ്പിക്കുക ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ നാലായിട്ട് കത്തിയും കറക്കി നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ സവള കുനുകുനുകുനുകുനാന്നങ്ങ് നീളത്തിലരിഞ്ഞു കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. ഇതൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ചങ്ങാതിമാരെ. ഈ സംഭവമൊക്കെ ഇതുപോലെ കത്തി നല്ല ഷാർപ്പായിട്ടുള്ള കത്തി മേടിക്കാതെ എൻ്റെ ഇതുപോലെ കുനുകുനാന്നങ്ങ് അരിഞ്ഞങ്ങ് തകർക്കുക എൻ്റെ ചങ്ങാതിമാരെ. നിങ്ങൾക്ക് ആവശ്യത്തിന് സവോള എടുക്കാം. ഇതുപോലെ അങ്ങ് തകർത്തി വീശി ശേഷം ഇവനെ ലെവലാക്കി വെക്കുക. കണ്ടോ? എന്നിട്ട് അടുത്ത പരിപാടിയാണ് കിടുക്കം പരിപാടി. ഈ സവോള ആവശ്യത്തിന് ഇതിപ്പോൾ ഞാൻ ന്യായമായ സവോള എടുക്കുന്നുണ്ട് കേട്ടോ. 2 കിലോ സവോള എടുത്തുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടു പോകുന്നത്. അതങ്ങ് ക്ഷമിക്കേണ്ട ചങ്ങാതിമാരെ. ആ നീണ്ടു പോകുന്ന സമയത്തേക്ക് നേരെ എടുക്കുക. അടുത്ത പച്ചമുളക് ഇതുപോലെ നീളത്തിലങ്ങ് അരിയുക. തിന്നായിട്ട് അരിയണം കേട്ടോ. ഇതുപോലെ നീളത്തിലങ്ങ് നല്ല ബ്ലേഡിൻ്റെ കട്ടിയിലങ്ങ് അരിയുക. ശേഷം ഇഞ്ചി എടുക്കുക. ഇതുപോലെ തന്നെ ബ്ലേഡ് പോലെ അങ്ങ് അരിഞ്ഞ ശേഷം ഇത് നീളത്തിലരിഞ്ഞ് അതിൻ്റെ കരിവേപ്പില വാരി അങ്ങ് വിതറുക. ശേഷം സവോളയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ് ഇത്ര ഇട്ട ശേഷം ഇവനങ്ങ് മൊത്തത്തിലങ്ങ് കലക്കി പീച്ചി ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുക്കുക. കണ്ടോ? എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കുവാണെങ്കിൽ ഇവനൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു സ്മെല്ലുണ്ടാവും. എന്ന ശേഷം അതിലേക്ക് മുളക് പൊടി, ഇച്ചിരി കായപ്പൊടി, കടലമാവ്, മൈദ ഇത് രണ്ടും ഒരേ അളവിലെടുക്കണം കേട്ടോ. ശേഷം ഇച്ചിരി അരിപ്പൊടി, ഒരു ക്രിസ്മസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കോൺഫ്ലവർ ആയാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവനെ അങ്ങ് ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൻ്റെ അകത്ത് സവോളയ്ക്കകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങും. ഇതുപോലെ അങ്ങ് മസാല എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ പീച്ച് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയ ശേഷം ഒരു വടമാവ് എടുക്കുന്ന പോലെ എടുക്കുന്ന രൂപത്തിലങ്ങ് എടുക്കുക. കണ്ടോ? ഇവനങ്ങ് മിക്സ് ചെയ്ത ശേഷം ആ സമയത്ത് ഇതുപോലെ 2 കറക്കൊക്കെ കറക്കിയ ശേഷം നമുക്ക് ആദ്യം തീ പിടിപ്പിക്കാം. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഓയിൽ കടായി എടുത്ത് വെക്കുക. ഓയിൽ കടായി ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം നമ്മുടെ സംഭവം ഉള്ളിവടയ്ക്കുള്ള സാധനം റെഡി ആയിരിക്കുകയാണ്. ഉള്ളിവട എന്നിട്ട് വട രൂപത്തിൽ ഇതുപോലെ ആക്കി ഇങ്ങ് വെക്കുക. കയ്യിൽ ഇച്ചിരി വെള്ളം നനച്ച ശേഷം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ ഇത് പാകത്തിന് രൂപത്തിലൊക്കെ കിട്ടും. കണ്ടോ? ഇതുപോലെ ഷേപ്പാക്കി ഇങ്ങനെ സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടോ? നല്ല സ്റ്റൈലായിട്ടങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് ഇവനെ ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഓയിൽ ഓവറായിട്ട് ചൂടാവുകയും ചെയ്യൽ, തണുത്തും ഇരിക്കില്ല. കാരണം ഓയിലിന് ചൂടില്ലെങ്കിൽ ഈ സാധനം എണ്ണ കുടിക്കും. ഓവറായിട്ടാണെങ്കിൽ സവോള അറിയാമല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വേണം ടെമ്പറേച്ചർ ഇരിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഈ സാധനം കരിഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റായിട്ട് ആകമൊക്കെ ഒന്ന് വെന്ത് ക്രിസ്പായിട്ട് സാധനം ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ചങ്ങാതിമാരെ. ഇതൊക്കെ വീട്ടിലങ്ങ് ഉണ്ടാക്കുക. ഈ രൂപത്തിലങ്ങ് കിട്ടുമ്പോഴേക്ക് ഇവനങ്ങ് കോരി ഇതുപോലൊരു പാത്രത്തിലങ്ങ് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലങ്ങ് നല്ല സ്റ്റൈലായിട്ടങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുളക് ചമ്മന്തിയും കൂടെ അങ്ങ് സൈഡിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം നാക്ക് കൊതി വരുന്നില്ല. എന്നിട്ട് കട്ടൻ ചായയും കൂടെ, നല്ല ചൂട് കട്ടൻ ചായയും കൂടെ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ചതേ ഇന്ന് വൈകുന്നേരം തന്നെ ഈ സാധനം ഉണ്ടാക്കിക്കോ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഒരു രക്ഷയില്ല സാധനം. നിങ്ങളുടെയൊക്കെ അനുഭവത്തോടു കൂടി ഞാനങ്ങൊരു പിടുത്തങ്ങ് പിടിക്കാൻ പോവാം. സംഭവം എന്താ നല്ല കരിപുരാന്നിരിക്കും. അതിൽ മൊരിഞ്ഞതേ നമ്മുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം സംഭവം വേറെ ലെവലാണെന്ന്. അപ്പോൾ ചങ്ങാതിമാരെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ അങ്ങ് തള്ളു ചങ്ങാതി.